മക്കളെ, മേഘാമിസ് ആണ്. അപ്പൊ നിങ്ങളുടെ +1 പഠനത്തിൽ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ 5 ഫോമുകളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ചുറ്റുമുള്ള 5 ഫോംസ് ഓഫ് ബിസിനസ്സുകൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ 2ഓ അതിലധികമോ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിച്ച് വന്നിട്ട് ബിസിനസ് കണ്ടക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, കോൺഫ്ലിക്റ്റുകൾ വന്നാൽ, തമ്മിൽ അടിയായാൽ എന്ത് ചെയ്യൂ എന്നുള്ളത്? സോ അതിനുള്ള പരിഹാരമൊക്കെ ഇതിനകത്ത് തന്നെയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ച്. അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ റിട്ടൺ എഗ്രിമെന്റ് ദാറ്റ് സ്പെസിഫൈ terms and conditions that govern partnership is called partnership deed. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുള്ള ടേംസും കണ്ടീഷൻസും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു റിട്ടൺ എഗ്രിമെന്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ടേംസും കണ്ടീഷൻസും മാത്രവുമല്ല, കൂടാതെ ഒരുപാട് കണ്ടന്റുകൾ വേറെയും ഉണ്ട്. ഏതൊക്കെയാണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫേമിന്റെ പേര്, നെയിം ഓഫ് ദ ഫേം ആൻഡ് ലൊക്കേഷൻ, നമ്മുടെ ബിസിനസിന്റെ ഡ്യൂറേഷൻ തുടങ്ങി ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. നമ്മുടെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് കണ്ടന്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ നെയിം ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസിന്റെ പേര് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ നാച്ചർ ആണ്. നാച്ചർ ഓഫ് ബിസിനസ് ആൻഡ് ലൊക്കേഷൻ, നമ്മുടെ കമ്പനി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഈ ഡീഡിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ പാർട്ട്നേഴ്സ് എത്രത്തോളം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ഈച്ച് പാർട്ട്ണർ എത്രയാണ് എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ നമ്മുടെ ഈ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തിനെ ചൊല്ലിയായിരിക്കും, പ്രോഫിറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും. സോ ആ ഡിസ്ട്രിബ്യൂഷന്റെ റേഷ്യോയും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് പാർട്ട്നേഴ്സ് ആണ്. പാർട്ട്നേഴ്സിന് എന്തെല്ലാം തരത്തിലുള്ള ഡ്യൂട്ടീസ് നമ്മുടെ ബിസിനസ്സിലുണ്ട്, അതോടൊപ്പം തന്നെ എത്രത്തോളം ഒബ്ലിഗേഷൻസ് ഇതിനകത്തേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതുപോലെ ഒരുപാട് കണ്ടന്റുകൾ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ യുവ ബാച്ചിൽ ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും നമ്മുടെ യുവ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് അവിടെ ഇൻ ഡെപ്ത് ആയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കളെ, ഹാപ്പി ലേണിംഗ്.